ആദ്യം കളിച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ ഡാനിഷ് 1-2 നല്ല റണ്ണൊക്കെ മേക്ക് ചെയ്തു. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിന്റെ ഹൈ ഡിഫെൻസീവ് ലൈനിന് പിന്നിലുള്ള സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള റണ്ണുകൾ. പക്ഷേ ദാനിഷിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൺ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നല്ല ക്ലിനിക്കൽ പാസോ അല്ലെങ്കിൽ ഒരു ഷോട്ടോ പുൾ ഓഫ് ചെയ്യാനുള്ള ടെക്നിക്കൽ എബിലിറ്റി പുള്ളിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു ടെക്നിക്കൽ എബിലിറ്റി കോച്ചിങ് കൊണ്ട് മാത്രം ഒരു പ്ലെയറിന് കൈവരിക്കാനാവില്ല. ചില പ്ലെയേഴ്സിന് ഇത് നാച്ചുറലി ഉണ്ടാവും, പക്ഷെ മറ്റു ചിലർ ഒരുപാട് വർക്ക് ചെയ്താലേ ഈ ഒരു എബിലിറ്റി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിറ്റി ദാനിഷ് ഇംപ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ 100% ഉറപ്പ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇനി ദാനിഷ് കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയിട്ടുള്ള റോള് കളിച്ചപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഈ ഒരു പൊസിഷൻ കളിക്കാൻ വേണ്ടിയുള്ള പാസിംഗ് റേഞ്ചോ ഒരു ഫിസിക്കാലിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രസ്സിനെ വെട്ടിച്ച് മുന്നേറാനുള്ള കഴിവോ ദാനിഷ് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു 2 പൊസിഷനിലും നല്ലൊരു പെർഫോമർ ആവണമെങ്കിൽ ദാനിഷ് ഇനിയും ഒരുപാട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു.